കാർട്ടൂൺ കലയുടെ എൻ്റെ ജീവിതം ശരിക്ക് തുടങ്ങുന്നത് കൊല്ലം എസ് എൻ കോളേജിൽ ചേരുമ്പോഴാണ്. അപ്പം അതിനു മുമ്പ് വീട്ടിലിരുന്ന് കാർട്ടൂൺ വരച്ചിട്ട് വളരെ സന്തോഷകരമായ സംഭവം ഉണ്ടായത്, കുറേ കാർട്ടൂണൊക്കെ വരച്ചൊരു മനസ്സിനൊരു ധൈര്യം വന്നപ്പം മാതൃഭൂമി പത്രത്തിലേക്ക് ഒരു മാവേലി കാർട്ടൂൺ വരച്ചയച്ചു. മാവേലി നാട് വാണിടും കാലം എന്ന് പറഞ്ഞിട്ട് മാവേലി വരികയും നമ്മുടെ രാഷ്ട്രീയക്കാരെല്ലാം ഒരുമാതിരി പ്രളയ ഫണ്ട്, ആ ഫണ്ട്, ഈ ഫണ്ടെന്നും പറഞ്ഞ് പിരിക്കാൻ പോകുന്നതായിട്ടൊരു കാർട്ടൂണാണത്. അതിൽ ഏറ്റവും അവസാനം എന്നെയും ഞാൻ വരച്ചിട്ടുണ്ട്, അവശന്മാർ കാർട്ടൂണിസ്റ്റുകൾ എന്നും പറഞ്ഞു. അപ്പോൾ അത് മാതൃഭൂമി പത്രത്തിൻ്റെ ഒന്നാം പേജിൽ അച്ചടിച്ചു വന്നു. അതിനൊരു കഥയുണ്ട്. ഈ മാതൃഭൂമി എങ്ങനെയാണ് ഞാൻ മാതൃഭൂമിയിലോട്ട് കടന്നു കയറി എന്നുള്ളത്. മാതൃഭൂമി പത്രത്തിന് ആഴ്ചയിലൊരിക്കൽ യുവരശ്മി എന്ന് പറഞ്ഞൊരു പേജുണ്ടായിരുന്നു, അരപ്പേജ്. ആദ്യം ഒരു പേജുണ്ടായിരുന്നു, യുവരശ്മി. അതിൽ ആൾക്കാരുടെ, യുവാക്കളുടെ കഥ, കവിത, ലേഖനം, ചെറിയ ലേഖനങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നപ്പം ഞാൻ 2 കാർട്ടൂൺ വരച്ചയച്ചു. എന്നിട്ട് എഴുതി, മാതൃഭൂമി ചെറുകഥയും കഥയും കവിതയും മാത്രം പോരല്ലോ, കാർട്ടൂണുകൂടെ ചേർത്തൂടെ എന്ന് ചോദിച്ച് അയച്ചു. ഞാൻ തിങ്കളാഴ്ച അയച്ചു. വെള്ളിയാഴ്ചത്തെ പത്രത്തിൽ അത് അച്ചടിച്ച് വരികയും ചെയ്തു, ബാലു പറക്കോടെന്നൊക്കെ പറഞ്ഞു. അതോടുകൂടി സന്തോഷമായി. പിന്നെ ഒരു കാർട്ടൂൺ ഞാൻ വരച്ചത് അസ്വസ്ഥമായ കലാശാല എന്ന് പറഞ്ഞ് കോളേജ് ലൈഫിൻ്റെ ഒരു 4 കാർട്ടൂണുകൾ ഒരു ബോക്സിനകത്ത് വരച്ച് അയച്ചിട്ട് 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞിട്ടും വരുന്നില്ല. അയ്യോ, നല്ല കാർട്ടൂണാണ്, കാരണം അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലില്ല, അന്ന് ഫോട്ടോസ്റ്റാറ്റ് ഇല്ലാത്തതുകൊണ്ട് കോപ്പികളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാതൃഭൂമി പത്രത്തിലൊരു പരസ്യം വരുന്നത്, മാതൃഭൂമി കാർഷിക വ്യാവസായിക പതിപ്പ്. അതൊരു സ്പെഷ്യൽ പതിപ്പാണ്, വർഷത്തിൽ ഒരിക്കൽ ഇറക്കുന്നതാണ്. കാർഷിക വ്യാവസായികം, കൃഷി, വ്യവസായം തുടങ്ങിയ വിഷയങ്ങളിൽ മേലുള്ള ലേഖനങ്ങളും ഒക്കെ ആയിട്ട് വരുന്നൊരു ടാബ്ലോയിഡ് സൈസിലുള്ളൊരു പ്രസിദ്ധീകരണമാണ്. അപ്പോൾ അതിൻ്റെ വിഷയവിവരം അതിൽ കൊടുത്തിട്ടുണ്ട്, കോപ്പികൾ പുറത്തിറങ്ങി എന്നും പറഞ്ഞു. അതിനകത്ത് നോക്കിയപ്പോഴുണ്ട് അസ്വസ്ഥമായ കലാശാല ബ്രാക്കറ്റിൽ കാർട്ടൂൺ ബാലു എന്ന് പറഞ്ഞു വന്നു. അങ്ങനെയാണ് ഞാൻ ഈ കാർട്ടൂൺ അതിൽ ഉപയോഗിക്കുന്നതെന്ന് അറിഞ്ഞത്. അപ്പോൾ ഉടനെ ചൂടോടെ തന്നെ അടുത്ത 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് പോയി മേടിച്ചപ്പോൾ അതിനകത്ത് ഈ കാർട്ടൂൺ വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരു ടാബ്ലോയിഡ് സൈസ് പത്രത്തിൻ്റെ ഒരു 4:1 വലിപ്പമുണ്ട് അതിന്. അപ്പോൾ അതിങ്ങനെ വന്ന് രസകരമായിട്ട് സന്തോഷമായി. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് ബാങ്ക് ഓഫ് ബറോഡയുടെ ഒരു ടെസ്റ്റ് വന്നു. ഞാൻ BA കഴിഞ്ഞ് വീട്ടിൽ ഇരിക്കുവാണല്ലോ, ആ കൂട്ടത്തിലായി ഇതൊക്കെ വരയ്ക്കുന്നത്. അപ്പോൾ മെഡ്രാസിൽ വെച്ചാണ് ടെസ്റ്റ് എഴുതേണ്ടത്. അപ്പോൾ അവിടെ അച്ഛൻ്റെ സഹോദരിമാർ 2 പേരുണ്ട്. അപ്പോൾ അവിടെ പോകാം. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ ടെസ്റ്റൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ്, അന്ന് വളരെ പ്രയാസമാണ് ഈ ഫോണൊക്കെ, STD ഒക്കെ വേണം. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഫോൺ ചെയ്ത് അപ്പച്ചിയുടെ വീട്ടിൽ ഫോൺ അടിച്ചു. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, എടാ നിൻ്റെ പേരിൽ ഒരു ചെക്ക് വന്നിട്ടുണ്ട്, ഞാനത് പൊട്ടിച്ചിട്ടുണ്ട്, നോക്കി, മാതൃഭൂമിയിൽ നിന്നാണ്, ഒരു 40 രൂപ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓ, ഭയങ്കര സന്തോഷമായി. കാരണം അന്നാണ് എനിക്ക് ആദ്യമായിട്ടൊരു കാർട്ടൂണിൽ നിന്ന് പ്രതിഫലം കിട്ടുന്നത്. എന്നിട്ട് ആ കത്ത് എന്നെ വായിച്ച് കേൾപ്പിച്ചു. എഴുതിയിരിക്കുന്നത് AP ഉദയഭാനു, റെസിഡൻറ്റ് എഡിറ്ററാണ് അദ്ദേഹം മാതൃഭൂമിയിൽ. അദ്ദേഹം പിന്നെ PSC ചെയർമാനൊക്കെ ആയിരുന്നു. AP ഉദയഭാനു ഹാസ്യ സാഹിത്യകാരൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കത്ത് വന്നപ്പോൾ ഞാൻ മറുപടി അയച്ചു, ഒത്തിരി സന്തോഷം സാർ, എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന പ്രതിഫലം മാതൃഭൂമിയിൽ നിന്ന് ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ സന്തോഷമുണ്ട്, ഞാൻ കാർട്ടൂണുകൾ വരയ്ക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാൻ ആ മാവേലി കാർട്ടൂൺ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുന്നത്. അത് അച്ചടിച്ച് വരികയും ചെയ്തു. അപ്പോൾ ബാലപംക്തിയിലേക്ക് ഞാനൊരു 3-4 കാർട്ടൂൺ വരച്ചു വെച്ചു. നിശബ്ദ കാർട്ടൂണുകളാണ്, താഴെ നിന്ന് മുകളിലോട്ട് 3 കോളം. അപ്പം ഇങ്ങനെ വന്നു വെച്ചാൽ അങ്ങനെ 4-5 കാർട്ടൂൺ വരച്ചു. അപ്പം കുട്ടേട്ടൻ്റെ മറുപടി വന്നു. കുട്ടേട്ടൻ്റെ കയ്യേശം ഭയങ്കര പ്രയാസമാണ് വായിച്ച് മനസ്സിലാക്കാൻ. അപ്പോൾ ഇങ്ങനെ, ഇത് പോരാ, സാധാരണ ഒരു കാർട്ടൂൺ ബാലുവിൻ്റെ പേരിൽ ഞാൻ പ്രസിദ്ധപ്പെടുത്തില്ല, വ്യത്യസ്തത വേണം, ആശയത്തിന് വേണ്ടി തപസ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ കത്ത്. അപ്പോൾ അങ്ങനെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ബാലപംക്തിയിൽ ആദ്യമായി കാർട്ടൂൺ വന്നത് എൻ്റെ ആണെന്നാണ് എൻ്റെ ഒരു അവകാശവാദം. അതല്ലെന്ന് ആരെങ്കിലും തെളിയിക്കുവാണെങ്കിൽ ഞാൻ ഈ അവകാശവാദം പിൻവലിക്കാം. അപ്പോൾ അത് വന്നു. അപ്പോൾ അടുത്ത വർഷവും ഞാൻ മാതൃഭൂമിയുടെ പത്രത്തിൻ്റെ 1-ാം പേജിൻ്റെ മാവേലി കാർട്ടൂൺ വന്നു. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ കൊല്ലം SN കോളേജിൽ ചേരുന്നത്. അപ്പോൾ SN കോളേജിൽ ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് ജനകീയത്തിൽ സോമൻ സാറിനെ നല്ല പരിചയമുണ്ട്. സോമൻ സാറിൻ്റെയും യേശുദാസിനെയും സാറിനെയും ഞാൻ ഇടയ്ക്ക് പോയി കണ്ടായിരുന്നു, കൊല്ലത്ത് പോയി പരിചയപ്പെട്ടായിരുന്നു. അപ്പം SN കോളേജിൽ അഡ്മിഷൻ കിട്ടി, അവിടെ ചെന്നു. അപ്പം എന്നോട് പറഞ്ഞു, ഒരു സംഭവ, ഞാൻ കാമ്പശ്ശേരി സാറിനെ ഒന്ന് പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ അന്ന് എൻ്റെ കാർട്ടൂണുകൾ വരുന്നുണ്ട് ജനയുഗം വാരികയിൽ. അന്ന് എൻ്റെ കാർട്ടൂണുകൾ ജനയുഗം പ്രസിദ്ധീകരണങ്ങളിൽ വരുന്നുണ്ട്. ജനയുഗം വാരിക, ജനയുഗം വാരാന്ത്യ പതിപ്പ്, സിനിരമ,
പക്ഷെ അതിനൊന്നും പ്രതിഫലം കിട്ടാറില്ല. ജനകം ഭാരത് പതിപ്പിൽ ആ ഒരു പേജിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് താഴെ വരെ എൻ്റെ കാർട്ടൂണുകൾ ഓരോന്നോരോന്നായിട്ട് പോക്കറ്റ് കാർട്ടൂണുകൾ വന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഒരു പാഠശാലയായി, ഒരു പഠിപ്പുരയായിട്ട് ഞാൻ കണക്കാക്കി. കാശ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ആണ് ഞാൻ വരച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനിടയ്ക്കാണ് കാമ്പിശ്ശേരി സാറിനെ പരിചയപ്പെടാൻ എന്ന് പറഞ്ഞ് സോമൻ സാർ എന്നെ വിളിച്ചുകൊണ്ട് പോയി. സാർ അവിടെ വെയിറ്റ് ചെയ്ത് ഞാൻ ചെന്നു. കാമ്പിശ്ശേരി സാറിനെ കണ്ട് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞിങ്ങനെ BAക്ക് 3rd റാങ്കൊക്കെ മേടിച്ച് ഇവിടെ SM കോളേജിൽ പഠിക്കാൻ വന്നിരിക്കുവാണ്. അപ്പം പഠിത്തത്തിന് ചിലവുണ്ടല്ലോ, പുസ്തകമൊക്കെ വാങ്ങിക്കാനും ഡ്രസ്സ് വാങ്ങിക്കാനൊക്കെ നമ്മൾ സഹായിച്ചാൽ കൊള്ളാം. അപ്പം അതിനിടയ്ക്ക് കാമ്പിശ്ശേരി സാർ തന്നെ എനിക്കൊരു കത്ത് കഴിച്ചിരുന്നു. ബാലു വായിച്ച കാർട്ടൂണുകളെല്ലാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഞങ്ങളുടെ വിവിധ പ്രസിദ്ധീകരണങ്ങളെ അത് പബ്ലിഷ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ പ്രതിഫലത്തിൻ്റെ കാര്യമൊന്നും ഇന്നലെ മിണ്ടുന്നില്ല. അപ്പോൾ സോമൻ സാർ പറഞ്ഞിങ്ങനെ BAക്ക് 3rd റാങ്ക് വാങ്ങിച്ച് വന്ന ആളാണ്, ഇത്തിരി പ്രതിഫലമൊക്കെ കൊടുത്താൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ്, കാരണം പഠിത്ത ചിലവുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞത്. പിന്നെന്താണെന്ന് പറഞ്ഞിട്ട് അന്ന് മുതൽ എൻ്റെ കാർട്ടൂണുകൾക്ക് 1-ന് 10 രൂപ വെച്ച് അവർ രജിസ്റ്ററിൽ കുറിച്ചു തുടങ്ങി. ജനകം വാരിക ഇത്ര, സുനീതമ്മ ഇത്ര, ഭാരത് പതിപ്പ് ഇത്ര എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പം ഒരു തവണ ഞാൻ ചെന്നപ്പോൾ എനിക്ക് കാശിനത്തിന് ആവശ്യം വന്ന് ഞാൻ ചെന്നപ്പം 130 രൂപ കിട്ടി. ഭയങ്കര സന്തോഷമായി. അന്ന് 130 എന്ന് പറഞ്ഞാൽ 74 കാലഘട്ടമാണ്, ഏതാണ്ട് 51 വർഷം മുമ്പ്. അപ്പോൾ അതുകൊണ്ട് പോയി ഷർട്ടുകൾ മേടിക്കുക, പുസ്തകം മേടിക്കുക, സിനിമ കാണുക, ആ രീതിയിലുള്ള അന്ന് വെള്ളമടിയൊന്നുമില്ല. അപ്പം നല്ല പയ്യനാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശു സാർ പറഞ്ഞു, കാമ്പിശ്ശേരി സാർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരു നോവൽ തരാം, കുട്ടികളുടെ നോവൽ, അതിന് ചിത്രങ്ങൾ വരയ്ക്കണം, 10 അധ്യായമുണ്ട്, പവിഴക്കൊട്ടാരം എന്നാണ് അതിൻ്റെ പേര്, അതിന് പടം വരയ്ക്കണം, കൊള്ളാമെങ്കിൽ ഞാനത് സ്വീകരിക്കുക, അല്ലെങ്കിൽ ഞാൻ അത് ഗോപാലിനെ കൊണ്ട് വരപ്പിക്കും. ഗോപാലനാണെന്ന്, ആർട്ടിസ്റ്റ് ഗോപാലനാണ് ജനകം വാരികയുടെ പ്രസിദ്ധീകരണങ്ങളിൽ ചിത്രീകരണം നടത്തുന്നത്. അപ്പോൾ ഞാനത് വരച്ച് അയച്ചു കൊടുത്തു. അതിനും വന്ന് 35 രൂപ വെച്ച് കിട്ടി ഒരു ഇഷ്യൂവിന്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യും, കാശുണ്ടാക്കാൻ ഇത്തിരിയുടെ മാർക്കും പറഞ്ഞുതരാം, ബാലയുഗം കുട്ടികളുടെ മാസികയുണ്ട്, അതിൽ ബാലുവിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാൻ അന്ന് ഈ ചില ഇംഗ്ലീഷ് മാഗസിൻ ഞാൻ കാണാറുണ്ടായിരുന്നു ലൈബ്രറിയിൽ നിന്നൊക്കെ. അപ്പോൾ അതിനകത്ത് പത്രാധിപരോട് ചോദിക്കുക, വൈ, എന്തുകൊണ്ട് എന്ന് പറഞ്ഞ്, പിന്നെ ശാസ്ത്രസാഹിത്യ പരിഷത്ത് ബുക്കൊക്കെ ഇറക്കിയായിരുന്നു. ആ രീതിയിൽ എന്തെങ്കിലും അത് ചെയ്യാം. എന്നിട്ട് അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞ്, അതിന് ലൈബ്രറിയിലൊക്കെ പോകണ്ടേ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ SM കോളേജിൽ ഞാൻ തപ്പിയിട്ട് നീ എൻസൈക്ലോപീഡിയ കിട്ടുന്നില്ല, ഒരു കാര്യം ചെയ്യുമ്പോൾ ഞായറാഴ്ച ഞാൻ ഇവിടെ പറഞ്ഞു വെച്ചേക്കാം, എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക എടുത്ത് നോക്കാം, ആദ്യം എന്നുള്ള എന്തെങ്കിലും രസകരമായ കാര്യം എടുത്ത് അതിനൊരു ചോദ്യം കൂടെ തയ്യാറാക്കിയിട്ട് അത് നമുക്കൊരു 3 പേജ്, 8-1 സൈസാണ് ബാല അന്ന്, മറ്റേ വീക്കിലിയുടെ സൈസല്ല, അതിനേക്കാൾ ചെറിയ സൈസ്, അത് നമുക്ക് കൊടുക്കാം. എന്നിട്ട് ഞാനത് നോക്കി, കാർട്ടൂൺ രസകരമായ കാര്യങ്ങൾ നോക്കി അതിൻ്റെ പടം വരച്ചു, അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു. അപ്പോൾ ഉദാഹരണം പറയാം, ആദ്യത്തെ ചോദ്യം ഡോഡോ പക്ഷി എന്നാൽ എന്താണ് അമ്മാവ? അപ്പോൾ ആ പങ്ക്തിയുടെ പേര് അമ്മാവിൻ്റെ അറിവ് കൊടുക്കാം. അപ്പോൾ അതിനകത്ത് കുട്ടികളുടെ പേരിൽ എഴുതുക, എന്നിട്ട് ചോദ്യം ചോദിക്കുക, അതിന് ഉത്തരം. അപ്പോൾ ഡോഡോ പക്ഷി എന്നാൽ എന്താണ് എന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള ചോദ്യോത്തരം, അതിനൊരു 35 രൂപ. അങ്ങനെ SM കോളേജിൽ പഠിക്കുന്ന കാലം എനിക്ക് സത്യം പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. കാർട്ടൂണിൽ തന്നെ എനിക്ക് ജീവിക്കാൻ പറ്റി. അപ്പം SM കോളേജിൽ MAക്ക് പഠിച്ച് ഒരു 1.5 വർഷമായപ്പോഴത്തേക്ക് എനിക്ക് ഇന്ത്യൻ ബാങ്കിൽ ജോലി കിട്ടി. ഇന്ത്യൻ ബാങ്ക് ചെങ്ങന്നൂർ ബ്രാഞ്ചിലോട്ട് ക്ലർക്കായിട്ട് ജോലി കിട്ടി. അപ്പം ഞാൻ ഈ MAക്ക് പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ കോമ്പറ്റീഷൻ സക്സസ് റിവ്യൂ ഒക്കെ വായിച്ച് എസ്സേയും അതും ഇതും ഷോർട്ട് നോട്ടും എല്ലാം റെഡിയാക്കി ചെയ്യുന്നുണ്ടായിരുന്നു SM കോളേജിൽ. അപ്പോൾ ആ ബാങ്ക് ജോലി കിട്ടിയോടുകൂടി പിന്നെ സന്തോഷമായി. പിന്നെ ഇനി MA പഠിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ SM കോളേജിൽ നിന്ന് ചെങ്ങന്നൂർ ഇന്ത്യൻ ബാങ്കിലോട്ട് ജോലിക്ക് കയറുന്നത്. അപ്പോൾ ഞാൻ പിന്നെ അന്വേഷിച്ചു, എനിക്കൊരു MA കംപ്ലീറ്റ് ചെയ്താൽ കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ 6 മാസമുണ്ട് എനിക്ക് MAയുടെ കോഴ്സ് തീരാൻ. അപ്പോൾ യൂണിവേഴ്സിറ്റി അന്വേഷിച്ച് പറഞ്ഞു, ഒരു 3 മാസം വന്ന് പഠിക്കണം, റെഗുലറായിട്ട് പഠിക്കണം, അല്ലാതെ ഡിഗ്രി MA കംപ്ലീറ്റ് ചെയ്യാൻ ഒക്കില്ല. ബാങ്ക് ചോദിച്ചു പറഞ്ഞു, ഇപ്പോൾ ജോയിൻ ചെയ്തതല്ല ഉള്ളൂ, ഞങ്ങൾ ലീവൊന്നും തരത്തില്ല. അതുപോലെ അന്ന് അടിയന്തരാവസ്ഥ കാലമാണ്, 1975. ഞാൻ 74-75 MAക്ക് പഠിക്കാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതും നടന്നില്ല. അപ്പോൾ പിന്നെ അതിനിടയ്ക്കാണ് കലാകൗമുദി, അവരുടെ ഫിലിം മാഗസിൻ, അപ്പോൾ അതിൽ കാർട്ടൂൺ വരച്ച് അയച്ചു തുടങ്ങി, അതിലും വന്നു തുടങ്ങി.
അവൻ സമ്പന്നമായ ഒരു കാലഘട്ടമായിരുന്നു 74, 75, 76. അപ്പോൾ ഇങ്ങനെ കാർട്ടൂണുകൾ വരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കഴിവതും അന്നത്തെ പുസ്തകങ്ങളെല്ലാം കാണുക, കാർട്ടൂൺ വരയ്ക്കാനുള്ള എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്ന് അന്വേഷിക്കുക. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോയത് എൻ്റെ ഒരു ശ്രമഫലം തന്നെയാണ്. ശരിക്കും ഞാൻ അതിനെപ്പറ്റി ഒരു റിസർച്ചൊക്കെ നടത്തിയിട്ടാണ് കാർട്ടൂൺ പങ്ക്തി ഞാൻ മുന്നോട്ട് കൊണ്ടുപോയത്.